കോഴിക്കോട് കൊയിലാണ്ടി തിക്കൊടി ഡ്രൈവിൻ ബീച്ചിൽ തിരയിൽപ്പെട്ട് 4 മരണം. വയനാട് കൽപ്പറ്റയിൽ നിന്നുള്ള സംഘത്തിലെ 5 പേരാണ് അപകടത്തിൽപ്പെട്ടത്. ഒരാളെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 3 പേരുടെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടം നാളെ നടത്തും. തിക്കോടി ബീച്ചിൽ വന്നതാണെന്ന് അറിയാൻ കഴിഞ്ഞത്. അതിൽ 5 പേര് കടലിൽ കുളിക്കാൻ പോയി. 3 പേരെ ബോഡി ഇപ്പം ഓൾറെഡി കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. ഒരാളെ രക്ഷപ്പെട്ടിട്ടുണ്ട്, ഒരാളെ ബോഡി ഇപ്പം കൊണ്ടുവരുന്നുണ്ട്. ഇത്രയാണ് അറിയാൻ കഴിഞ്ഞത്. പേര് വിവരങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പിന്നെ ടീച്ചേഴ്സും കാര്യം കിട്ടിയില്ല. പരസ്പരം ഇവർക്ക് അറിയില്ല ആരാണെന്നുള്ളത്, പരസ്പരം ഇവർക്ക് അറിയില്ല. പിന്നെ ക്ലബ്ബാണ്, ജിമ്മിൻ്റെ ക്ലബ്ബിലുള്ള ആളുകളാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിൽ 5 പേര് കടലിൽ ഇറങ്ങിയതാണ്. തിരയടിച്ചു പോയിട്ട് 5 പേര് മിസ്സായി. 4 പേരെ കിട്ടി. കോഴിക്കോട് നിന്ന് ലിനറ്റ് വർഗീസ് ചേരുന്നുണ്ട്. ലിനറ്റ്, അത്യന്തം ദുഃഖകരമായ സങ്കടകരമായ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കടലിലേക്ക് ഇറങ്ങിയതാണ് 4 പേരെ ജീവൻ നഷ്ടമാകാൻ കാരണമായത്. എന്താണ് നിലവിലെ സാഹചര്യം? പരിക്കേറ്റ് ചികിത്സയിലുള്ള ആളുടെ ആരോഗ്യനില എങ്ങനെയാണ്? സേതുലക്ഷ്മി, നിലവിൽ ഇപ്പോൾ ഞങ്ങളുള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ മോർച്ചറിയുടെ മുമ്പിലാണ്. 3 പേരാണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത്. 4 പേരാണ് മരണപ്പെട്ടിരിക്കുന്നത്. അതിൽ 3 പേരുടെ മൃതശരീരം കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെ ഈ വിവരമൊക്കെ അറിഞ്ഞിട്ട് ബിനീഷ് എന്ന് പറയുന്ന ഒരാൾ മരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളൊക്കെ തന്നെ ഈ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അതോടൊപ്പം ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് ഈ ഒരു രക്ഷാപ്രവർത്തനത്തിനൊക്കെ നേതൃത്വം നൽകിയ ഒരാളാണ്. ചേട്ടാ, എപ്പോഴായിരുന്നു ഈ സംഭവം? എനിക്ക് വിവരം കിട്ടുന്നത് 5:10 വൈകിട്ട് 5:10 ഇങ്ങനൊരു സംഭവമാണ് സംഭവിച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തണം എന്ന് പറഞ്ഞാണ് എനിക്ക് കോൾ വരുന്നത്. ഉടനെ അവിടെ പോയി നോക്കുമ്പോൾ ആശുപത്രിയിൽ എല്ലാ സജ്ജീകരണങ്ങളും ചെയ്ത് ഇവർക്ക് വേണ്ടി കാത്തിരുന്നതാണ്. 10 മിനിറ്റ് കൊണ്ട് തന്നെ ബോഡികൾ ഓരോന്നായിട്ട് ആംബുലൻസിൽ വന്നതാണ്. വരുമ്പം 3 പേരും കൊയിലാണ്ടിയിൽ ആശുപത്രിയിൽ എത്തിച്ച 3 പേരും മരിച്ച നിലയിലാണ് കൊണ്ടുവന്നത്. ഇപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു സ്ത്രീ ഇപ്പോൾ ആശുപത്രിയിലെ ചികിത്സയിൽ തുടരുകയാണ്. അവരുടെ ആരോഗ്യനില എങ്ങനെയാണ്? തൃപ്തികരമാണ്. പ്രയാസങ്ങളൊന്നുമില്ല. പ്രാഥമിക ശുശ്രൂഷ അവർക്ക് പോകാൻ പറ്റുന്ന കേസേ ഉള്ളൂ. മറ്റുള്ളവരാ കൂടെ വന്നിരുന്ന ഒരു സംഘം? കൂടെ വന്നവരൊക്കെ ഇപ്പോൾ വണ്ടിയിൽ അവിടെ ഉണ്ട്. ഇപ്പോൾ അവർ ഈ മരിച്ച വിനീഷ എന്ന് പറയുന്ന സ്ത്രീക്ക് ചെറിയ കുട്ടിയുണ്ട്. അതുകൊണ്ട് അവർ പെട്ടെന്ന് നാട്ടിലേക്ക് തിരിച്ചേക്കണമെന്നാണ് MLA പറഞ്ഞത്. തലസ്ഥാനത്തിൽ അവരിപ്പം പോയിട്ടുണ്ടാവും, അവിടുന്ന് പോയിട്ടുണ്ടാവും. സേതുലക്ഷ്മി, നിലവിൽ ഇപ്പോൾ അവിടെ ഒരാൾ തുടരുന്നുണ്ട് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലാണ് രക്ഷപ്പെട്ട ദിലിഷ എന്ന് പറയുന്ന ഒരു സ്ത്രീ തുടരുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആ സ്ത്രീ ഇപ്പോൾ ചികിത്സയിലാണ്. നില ഗുരുതരമല്ല എന്നത് ആശ്വാസകരമാണ്. 4 പേരാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. അതിൽ 3 പേരുടെ മൃതശരീരം ഈ ഒരു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ മോർച്ചറിയിൽ എത്തിച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ തന്നെ നാളെ ആയിരിക്കും നടത്തുന്നത്. ഇനി ഒരാളുടെ മൃതദേഹം കൂടെ ഈ ഒരു മോർച്ചറിയിലേക്ക് ണ്ടിയിരിക്കുന്നു. ഇപ്പോൾ മരിച്ച ഒരു ബിനീഷിന്റെ സുഹൃത്ത് നമ്മോടൊപ്പം ചേരുന്നു. വളരെ സജീവ പ്രവർത്തകനായിരുന്നു. ചൂരൽമലയിലൊക്കെ തന്നെ സജീവ പ്രവർത്തകനായ ഒരാളാണ് ഇവിടെ മരിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ചേട്ടൻ എപ്പോഴാണ് ഈ സംഭവം പറഞ്ഞത്? ഞാൻ അവിടുത്തെ നാട്ടിലത്തെ സുഹൃത്തുക്കൾ, ഞാൻ എൻ്റെ ഉപ്പ ഹോസ്പിറ്റലായതുകൊണ്ട് ഇവിടെ വന്നായിരുന്നു. അപ്പോൾ അവിടുന്ന് ആളുകൾ വിളിച്ചപ്പോൾ ഞാൻ ഇവിടെ വന്ന് നോക്കുന്നു. സംഭവം ബിനീഷാന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ബിനീഷിനെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ നമ്മൾ ഏത് വിഷയം വരികയാണെങ്കിലും ഇതേപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളോ ഡിഫൻസിലുള്ള എന്ത് കാര്യങ്ങളായാലും നാട്ടിൽ ലൈവുള്ള ഒരു പൊതുപ്രവർത്തകനാണ്. CPMൻ്റെ കൽപ്പറ്റ നോർത്ത് ലോക്കൽ കമ്മിറ്റി അംഗം, അതുപോലെ തന്നെ DYFIൻ്റെ പഴയ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ്. തൊട്ടടുത്ത പ്രദേശത്തുള്ള ആളുകൾ നൽകുന്ന നന്നായിട്ട് ഞങ്ങളെല്ലാം കൈകോർത്തിട്ടാണ് പല വിഷയങ്ങളിലും പൊതുപ്രവർത്തന രംഗത്തായാലും അല്ലാതെയായാലും, ഇപ്പോൾ DYFIൻ്റെ പൊതുച്ചോറായാലും പിന്നെ അതുപോലെ തന്നെ ഈ ചൂരമല വിഷയങ്ങളിലൊക്കെ വന്നപ്പോൾ ഫുൾ ടൈം ഉണ്ടായ ഒരാളാണ് ബിനീഷ്. പക്ഷേ ഈ വാർത്ത നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, വിശ്വസിക്കാൻ പറ്റുന്നില്ല. നാട്ടിൽ നിന്ന് ഓരോരുത്തർ പറയുമ്പോൾ നമുക്കത് മനസ്സിൽ നമുക്ക് യാഥാർത്ഥ്യമായിട്ട് നമുക്ക് കഴിയുന്നില്ല. ബിനീഷിനെ സംബന്ധിച്ചോളം എനിക്കതാ പറയാനുള്ളത്. ബിനീഷിന്റെ ഒപ്പം ഉണ്ടായിരുന്നവർ, അതായത് ഈ സംഘം വിനോദയാത്രക്കായിട്ട് എത്തിയതാണ്, അതിലുള്ളവരെ അറിയാമോ? അല്ല, ഈ ബിനീഷിന്റെ വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ പിന്നെ മറ്റുള്ളത് എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല. പിന്നെ അത് അന്വേഷിക്കാൻ നിന്നിട്ടില്ല. അതാണ് ഉണ്ടായിട്ട്. വയനാടുകാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മരിച്ചിരിക്കുന്ന 4 പേരും വയനാട് കൽപ്പറ്റ സ്വദേശികളാണ് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഇവർ വിനോദയാത്രയ്ക്കായി ഇന്ന് വൈകുന്നേരം 4 മണിയോടുകൂടിയാണ് ഈ ഒരു കൊയിലാണ്ടി തിക്കോടി ഡ്രൈവിംഗ് ബീച്ചിലോട്ട് എത്തുന്നത്. അതിൽ 5 പേര് കുളിക്കാൻ വേണ്ടി ഈ കടലിലേക്ക് ഇറങ്ങി എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അതിനുശേഷം തിരയിൽ പെടുന്നൊരു സാഹചര്യമായിരുന്നു. ഒരാൾ ഈ തിരയിൽ പെടുന്നത് കണ്ട് ഈ നാട്ടുകാരും അവിടെയുള്ള പോസ്റ്റ് ഗാർഡ് അംഗങ്ങളും ഒക്കെ തന്നെ രക്ഷിക്കുകയായിരുന്നു. ആ ആൾ നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റ് 4 പേരും
കൂടെ ഈ ഒരു കടലിൽ കുളിക്കാൻ ഇറങ്ങി എന്ന വിവരം ലഭിക്കുന്നത്. അതിനുശേഷം ഇവരെ ഈ കോസ്റ്റ് ഗാർഡിൻ്റെയും അതോടൊപ്പം ഈ നാട്ടുകാരുടെയും ഒപ്പം വന്ന സംഘങ്ങളുടെയും ഒക്കെ നേതൃത്വത്തിൽ രക്ഷപ്പെടുത്തുകയായിരുന്നു. പക്ഷെ 4 പേരുടെ ജീവൻ രക്ഷപ്പെടുത്താൻ ആയില്ല എന്നത് അപകടം യഥാർത്ഥത്തിലുണ്ടായത് എങ്ങനെയാണ്? കാരണം ഈ 5 പേർ കടലിലേക്ക് ഇറങ്ങുന്നു. അപ്പോൾ ഈ തിരയിൽ അകപ്പെട്ട് പോവുകയായിരുന്നു. അവിടെ ഈ സാധാരണ കടൽ തീരങ്ങളിലൊക്കെ ലൈഫ് ഗാർഡ് കാണുന്നതാണ്. നമ്മൾ ഒരു പരിധിക്കപ്പുറമൊക്കെ പോകുമ്പോൾ അവർ നമുക്ക് മുന്നറിയിപ്പൊക്കെ നൽകുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സുരക്ഷാ സംവിധാനമൊന്നും അവിടെ ഉണ്ടായിരുന്നില്ലേ? അതോ അതൊക്കെ അവഗണിച്ചു പോയതാണോ ഈ അപകടം സംഭവിച്ചത്? സേതുലക്ഷ്മി, നിലവിലവിടെ ലൈഫ് ഗാർഡുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതിനുവേണ്ട സജ്ജീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കിയിരുന്നു എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് നിലവിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാത്ത ഒരു കടൽ തീരമാണ്. അവിടെ ആളുകൾ കുളിക്കാൻ ഇറങ്ങുന്നത് ഈ അടുത്ത കാലങ്ങളിലായിട്ടാണ്. വീഡിയോകളിലൊക്കെ തന്നെ വൈറലായതിനു ശേഷമാണ് ഇവിടേക്ക് ആളുകൾ വിനോദസഞ്ചാരത്തിനൊക്കെ കാണാനും വന്നിരിക്കാനും ഒക്കെ തുടങ്ങിയത് എന്നാണ് അവിടുത്തെ MLA കാനത്തിൽ ജമീല ന്യൂസ് മലയാളത്തിനോട് പറഞ്ഞിരിക്കുന്നത്. ലൈഫ് ഗാർഡുകൾ അവിടെ ഉണ്ടായിരുന്നു, നേരത്തെ മുന്നറിയിപ്പ് നൽകി എന്നാണ് MLA ന്യൂസ് മലയാളത്തോട് വ്യക്തമാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് തന്നെ വലിയ കടൽ പ്രക്ഷുബ്ധമായിരുന്നില്ല എന്നതും MLA പറയുന്നുണ്ട്. ഈ ഒരു സമയത്ത് കുളിക്കാൻ ഇറങ്ങുന്നതിനിടെ വലിയൊരു തിര വരികയും അതിനോടനുബന്ധിച്ച് തിരയിൽ പെടുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഒരാളെ മുങ്ങുന്നത് കണ്ട ആളുകളാണ് മറ്റുള്ളവരെ വിവരമറിയിക്കുകയും അതിനുശേഷം പോലീസും മറ്റ് നാട്ടുകാരും ലൈഫ് ഗാർഡുകളും ഒക്കെ രക്ഷാപ്രവർത്തനം നടത്തിയതിനെ തുടർന്നാണ് ഉടൻ തന്നെ ബാക്കിയുള്ളവരെയും രക്ഷപ്പെടുത്താനായത്. 5 പേരാണ് ഈ ഒരു അപകടത്തിൽപ്പെട്ടത്. അതിൽ 4 പേര് മരണമടഞ്ഞിരിക്കുന്നു. 3 പേരുടെ മൃതശരീരം കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുന്നു. രക്ഷപ്പെട്ട ഒരു സ്ത്രീ ദിലിഷ എന്നാണ് പേര്. സ്ത്രീയുടെ നില ഗുരുതരമല്ല എന്ന വിവരമാണ് ലഭിക്കുന്നത്. ഏറെ ആശ്വാസകരമാണ്. 4 പേരാണ് മരിച്ചിരിക്കുന്നത്. ഇവരെല്ലാവരും വയനാട് കൽപ്പറ്റയിലെ ഒരു ജിമ്മിൽ ഉള്ള ആളുകളാണ്. അവരെല്ലാവരും വിനോദസഞ്ചാരത്തിന് വേണ്ടി ഈ ഒരു ഭാഗത്തേക്ക് ഇറങ്ങിയതാണ്. കടലിലേക്ക് എത്തുമ്പോൾ 26 പേരാണ് ഈ ഒരു സംഘത്തിൽ ഉണ്ടായിരുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിൽ 5 പേരാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. നിലവിൽ അവരൊക്കെ തന്നെ കൊയിലാണ്ടി ആശുപത്രിയിൽ, താലൂക്ക് ആശുപത്രിയിൽ തന്നെ തുടരുന്നൊരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് ഇതിൽ മരിച്ച ഒരാളുടെ മകളും ഈ ഒരു സംഘത്തിനൊപ്പമുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ച ആളുകൾ പറയുന്നത്. അതുകൊണ്ട് അവരോട് ഉടൻ തന്നെ തിരിച്ചു പോകണമെന്ന് MLA അടക്കമുള്ള ആളുകൾ സംസാരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ എത്തിച്ച മൃതദേഹങ്ങളിലെയൊക്കെ പോസ്റ്റ്മോർട്ടം നാളെ ആയിരിക്കും നടത്തുക. അതോടൊപ്പം ഒരാളുടെ ഫൈസൽ എന്ന 4ാമത്തെ ഒരാളുടെയും കൂടെ മൃതദേഹം ഈ ഒരു മോർച്ചറിയിലേക്ക് എത്തിക്കേണ്ടിയിരിക്കുന്നു. നാളെ ആയിരിക്കും പോസ്റ്റ്മോർട്ടം. സന്തോഷത്തോടെ നാട്ടിൽ നിന്നും ഒരു കൂട്ടമായി പുറപ്പെട്ട സുഹൃത്തുക്കളാണ് ഒരു ജിമ്മിൽ ഒരുമിച്ചുണ്ടായിരുന്നവരാണ് യാത്രയ്ക്കായി വന്നത്. ആ വിനോദയാത്രയിലാണ് ഒടുവിൽ അതൊരു തീരാ ദുഃഖത്തിൽ കലാശിച്ചിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് നിന്ന് ലീലൻ വർഗീസ്.